Hi dear friends, welcome to my channel Nest by Roops. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ബീഫ് ഉണ്ടാക്കുമ്പോഴാണ്, ബീഫ് ഫ്രൈ ആണെങ്കിലും റോസ്റ്റ് ആണെങ്കിലും കറി ആണെങ്കിലും ഒക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോൾ 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട അത് ഇട്ടതാണ്. ഇതൊക്കെ ചേർത്ത് ഒന്നതൊന്ന് പൊട്ടിച്ചെടുക്കുക. ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുള്ളിയാണ്. അത് ഞാൻ 2 കപ്പോളം ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചതാണ്. കുഞ്ഞുള്ളിയാണ് കേട്ടോ നമ്മുടെ ബീഫ് റോസ്റ്റിനും ബീഫ് കറിക്കും ഒക്കെ ടേസ്റ്റ്. അപ്പോൾ ഒരുപാട് ഉള്ളി ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സവാളയും ചേർക്കാം, പകുതിയായിട്ട് എടുക്കാം. ഞാനിവിടെ 2 കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റും കുഞ്ഞുള്ളി തന്നെ എടുക്കാവുന്നതാണ്. നമുക്കിത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റായിട്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം ചേർത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുകയില്ല. ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റുകയാണെങ്കിൽ ഉള്ളിയൊക്കെ വാടി വരുമ്പോഴേക്കും അത് അടിയിൽ പിടിച്ചൊന്ന് കരിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ചെറിയ സൈസിലുള്ള തക്കാളിയാണ്. ഇപ്പോൾ തക്കാളിക്കൊക്കെ വില കൂടുതലാണ്, അപ്പോൾ നോക്കിയും കണ്ടുവേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ സൈസിലുള്ള 2 തക്കാളിയാണ് ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടി ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. തക്കാളിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ച് ഒരല്പം നേരം വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് തക്കാളിയൊക്കെ വാടി കിട്ടും. ഇപ്പോൾ ഞാൻ അടച്ച് വെച്ച് അത് തുറന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ തക്കാളി കംപ്ലീറ്റ് ഉടഞ്ഞ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളെന്തായാലും ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ബീഫൊക്കെ വേവുന്ന സമയം കൊണ്ട് തന്നെ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നോളും. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർക്കാം. അപ്പോൾ ഞാൻ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇപ്പോൾ ചേർക്കുകയാണ്. മുളക് പൊടി എടുത്ത അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ്. അപ്പോൾ നിങ്ങൾക്ക് മീറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ മീറ്റ് മസാല കൂടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ മീറ്റ് മസാല ഇല്ലാതെ കാരണം ഞാനത് ആഡ് ചെയ്യുന്നില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയും ആഡ് ചെയ്ത്, ഇതൊക്കെയാണ് ഈ ബീഫ് കറിയുടെ മസാലകൾ. ഇത്രയും ആഡ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളിങ്ങനെ മീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കറികൾക്ക് ആ ഡിഫറൻസ് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. അപ്പോൾ ബീഫ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. എനിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇതുപോലെ ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മസാലകളും ബീഫും ഒക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു കഷ്ണം പോലും മാറി നിൽക്കാതെ എല്ലാ കഷ്ണത്തിലും ഒരുപോലെ മസാലകൾ എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം ഞാൻ ബീഫും മസാലയും ഒക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകേണ്ടത് ഗരം മസാലയാണ്. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് ഗരം മസാല ചേർക്കുന്നത്. കൂടെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം, ഞാനൊരു അളവ് പറയുന്നില്ല. ഇത് കുക്ക് ചെയ്തതിന് ശേഷവും നമുക്ക് കുരുമുളക് പൊടി ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പൊട്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ളി വഴറ്റുമ്പോഴാണെങ്കിൽ കൂടെ നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആണ് ഞാൻ മസാലയ്ക്കും ബീഫിനും ഒക്കെ വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നത്. ശേഷം ഈ നമ്മളിപ്പോൾ ആഡ് ചെയ്ത കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും ഒക്കെ എല്ലാ
ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മുടെ ബീഫിൽ നിന്നും അതുപോലെ സവാളയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കുക്ക് ചെയ്ത് നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കുക. ഈ ബീഫ് കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ബീഫ് ഫ്രൈയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മസാല പുരട്ടി വെച്ച് അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാലയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തത്. കളയണ്ടല്ലോ എന്ന് കരുതി അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. അതാണ് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അതിനൊരു കളർ മാറ്റം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം തന്നെ ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കി പാകം അല്ലെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഞാനിത് അടച്ച് വെച്ച് ഒരു 8 വിസിലിനാണ് ഞാൻ ഈ ബീഫ് വേവിക്കുന്നത്. കുക്കറിൻ്റെ മാറ്റത്തിലും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ ഒക്കെ വേവ് മാറ്റമുള്ളതായിരിക്കും. അപ്പോൾ വിസിലിൻ്റെ അളവ് കൃത്യമായി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തപ്പോൾ 8 വിസിലിന് എനിക്ക് നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 8 വിസിലിനാണ് ഇത് വേവിക്കുന്നത്. അടച്ച് വെച്ച് ഒരു 8 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി അവിടെ റെഡിയായി. ആവിയൊക്കെ പോയി ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അവസാന മിനുക്ക് പണിയാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് നമ്മുടെ തേങ്ങ കൊത്തി ഇതുപോലെ ചെറിയ പീസസാക്കി കട്ട് ചെയ്തൊന്ന് വറുത്തെടുക്കുകയാണ് വെളിച്ചെണ്ണയിൽ. ഇതുപോലെ കുറച്ച് നീളത്തിൽ തേങ്ങ കൊത്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചെറിയ ചെറിയ കഷ്ണമാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പം ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഇതുപോലെ വലിയ പീസസ് ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ കറിവേപ്പിലയും ഈ തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തിടുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ. ഇനി നമ്മുടെ കറി ഇങ്ങനെ മൂപ്പിച്ചെടുത്ത ഈ തേങ്ങാക്കൊത്തിലും കറിവേപ്പിലയിലേക്കും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയേ വേണ്ടൂ. വളരെ സിമ്പിളല്ലേ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ മസാലകൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മെനക്കേട് പിടിച്ച പരിപാടിയൊന്നുമില്ല. സവാള ഒന്ന് വഴറ്റാനുള്ള ആ ഒരു സമയം മാത്രമേ വേണ്ടൂ. പിന്നെ നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിൽ വെക്കുകയാണ്. അപ്പോൾ വിസിൽ വന്നു കഴിഞ്ഞ് ആവി പോയതിന് ശേഷം തുറന്ന് ഇതുപോലെ താളിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞ് നല്ല ഒന്നാം തരം ബീഫ് കറി റെഡിയായി. അതേപോലെ നമ്മുടെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂപ്പിച്ച ശേഷം ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും ആ മസാല ആ ഗ്രേവിയൊക്കെ അതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗ്രേവി കണ്ടോ, ഇത്രയും ഗ്രേവി പാടുള്ളൂ നമ്മുടെ ബീഫ് കറിയിൽ. ഒരുപാട് വെള്ളം പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോവും. അപ്പോൾ അതിന് ശേഷം എരിവിനനുസരിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചതച്ചെടുത്ത കുരുമുളക് കൂടെ വിതറി കൊടുക്കാം. ഇനി വേണമെങ്കിൽ 2 പച്ചമുളകും നമുക്ക് കീറി പച്ചയോടെ തന്നെ ഇതിലേക്ക് ചേർക്കാം. അതും ഒരു ടേസ്റ്റാണ്. അപ്പോൾ നല്ലതുപോലെ തിളച്ചു കറി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടോ, നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ബീഫ് കറി, അത് വളരെ സിമ്പിളായി തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുള്ളൂ, കാരണം അത്രയും സിമ്പിളാണിത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.